അമ്മേ അമ്മേ. ആ ഞാൻ ദാ ഇപ്പൊ വരാം. ശരി അമ്മേ, കോളേജിൽ പോവാൻ സമയമായി, ഞാൻ പോവാണേ. നിക്കടി, 2 ഇഡ്ഡലി തിന്നതിന് ശേഷം പോവാം. വേണ്ട വേണ്ട, ഞാൻ കോളേജ് ക്യാൻറ്റീനിൽ വെച്ച് കഴിച്ചോളാം. അതൊന്നും പറഞ്ഞാ പറ്റില്ല. വാ, വന്ന് കഴിക്കാൻ നോക്ക്. അല്ല, ഇരിക്ക്. അമ്മ, കുടിക്കാൻ കുറച്ച് വെള്ളം എടുത്തോണ്ട് വാ. ഇപ്പൊ കൊണ്ടുവരാം. മതിയമ്മേ, ഞാൻ ഇറങ്ങുക. പ്ലേറ്റില് ഭക്ഷണം അങ്ങനെ തന്നെ ഇരിക്കുന്നു, കഴിച്ചിട്ട് പോന്നേ. മതിയമ്മേ, സമയായി. അമ്മേ, സമയായി, ഞാൻ ഇറങ്ങുകയാണ്. സൂക്ഷിച്ചു പോ. ഹലോ, ഇതെന്താ എന്റെ നമ്പറിൽ നിന്ന് വിളിച്ചാൽ നിങ്ങൾ ഫോൺ എടുക്കില്ലേ? നിങ്ങൾക്ക് കാശ് കടം തന്നിട്ട് ഞാൻ പുതിയ നമ്പർ വെച്ചിട്ട് കോൾ ചെയ്തോണ്ടിരിക്കണോ? ഇല്ലെന്നേ, നിങ്ങൾ ഫോൺ ചെയ്തത് ഞാൻ അറിഞ്ഞില്ലായിരുന്നു. പുതിയ കഥയൊന്നും ഇങ്ങോട്ട് പറയണ്ട. നിങ്ങൾ എന്റെ കാശ് എപ്പോ തരും അത് മാത്രം എനിക്ക് അറിഞ്ഞാൽ മതി. എത്രയും പെട്ടെന്ന് ഞാൻ തരാൻ നോക്കാം. കഴിഞ്ഞ 2 വർഷമായിട്ട് ഇത് തന്നെ പറഞ്ഞോണ്ടിരിക്കുന്നത്. 5 ലക്ഷം രൂപ കടം വാങ്ങിയിട്ട് ഇപ്പൊ പലിശയും ചേർത്ത് 7 ലക്ഷം രൂപയ്ക്ക് മേലായി. അതറിയാവോ? ഇപ്പൊ മുതലുമില്ല, പലിശയില്ല. ഇങ്ങനെ പോയാൽ എങ്ങനെയാണെന്ന് പറ. ഇല്ലെന്നേ, എനിക്ക് 1 മാസം കൂടി സമയം തരണം. മുതലും പലിശയും ചേർത്ത് തന്നേക്കാം. ഈ വാക്കേ വേറെ ആരുടെ പോയി പറഞ്ഞാൽ മതി, എന്റെ അടുത്ത് വേണ്ട. ഒരാഴ്ച ഞാൻ സമയം തരും. അതിനുള്ളിൽ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച കാശ് മുതലും പലിശയും ചേർത്ത് തരണം. മനസ്സിലായോ? ഇല്ലെങ്കിലുണ്ടല്ലോ നിങ്ങളെ ഒന്നും ചെയ്യില്ല. നിങ്ങളുടെ മകളെ ഇപ്പോഴല്ലേ കോളേജ് ചേർത്ത് പഠിപ്പിക്കാൻ തുടങ്ങിയിരിക്കുന്നത്. പോകുന്ന വഴിക്ക് അവളെ ഞാൻ പൊക്കിയിരിക്കും. പിന്നെ തരാനുള്ള കാശൊക്കെ തന്നിട്ട് ആ മോളെയും കൊണ്ട് പോകേണ്ടി വരും. ഇനിയുള്ളതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. എങ്ങനെയെങ്കിലും നിങ്ങളുടെ പണം ഞാൻ തന്നു തീർത്തേക്കാം. നിങ്ങൾ പിന്നെയും പിന്നെ അത് തന്നെയാണല്ലോ ഈ പറഞ്ഞോണ്ടിരിക്കുന്നത്. ഞാൻ എന്താ ഒരു പൊട്ടനാണ് നിങ്ങൾ കരുതിയോ? ഇനി ഒരാഴ്ച കൂടിയേ സമയമുള്ളൂ. അതിനുള്ളിൽ എനിക്ക് മുതലും പലിശയും കിട്ടിയിരിക്കണം. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളുടെ മകളെ ഞാൻ പൊക്കിയിരിക്കും. പറഞ്ഞു കേട്ടല്ലോ? ഇവന്റെ അടുത്തുനിന്ന് ഒരു അത്യാവശ്യത്തിനാ പണം വാങ്ങിയത്. അതിങ്ങനെയായിപ്പോയി. കടം കഴുത്ത് ഞെരിക്കുന്നു പറയുന്നത് ശരിയായിരിക്കും. ഇവന്റെ ഫോൺ വന്നാലേ എനിക്ക് ആകെ പേടിയാ. എന്റെ മോളെ തട്ടിക്കൊണ്ടു പോകുന്നും വേറെ പറയുന്നു. ഇനിയിപ്പൊ എന്താ ചെയ്യാ ഞാൻ? ഇവനാണെങ്കിൽ പറഞ്ഞ അതുപോലെ ചെയ്യും. അറിയാതെ ഇവന്റെ അടുത്തുനിന്ന് കടം വാങ്ങിപ്പോയി. ഒരാഴ്ചക്കുള്ളിൽ എങ്ങനെയാണ് ഇവന്റെ കടം ഞാൻ തീർക്കുക?